സഭയിൽ RSSനെ നിർത്തിപ്പൊരിക്കുന്ന ഷൗക്കത്തിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള RSS നീക്കത്തെ പൊളിച്ചടക്കുന്ന തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ഷൗക്കത്ത് കാഴ്ചവെച്ചത്. വളരെ കൃത്യമായിട്ട് ലിസ്റ്റ് കൊണ്ട് നിരത്തിയായിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗത്തിലുടനീളം BJP തൂത്തുവാരിയത്. RSSന്റെ ചിന്തകളുണ്ടാക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സാരാംശം. ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രസംഗം തടയാനുള്ള പല ശ്രമങ്ങൾ സഭയിൽ കാണാമായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഴുകിയിരുന്ന സ്പീക്കർ തടയുന്നതും സഭയിൽ നമുക്ക് ഇന്ന് കാണാമായിരുന്നു. 10 മിനിറ്റിൽ കൂടുതൽ നേരം BJPയുടെ തൊലിയുരിച്ച അദ്ദേഹത്തിന്റെ വീഡിയോ ചേർക്കുന്നു, കാണാം. സർ, ഈ വിവിധ വകുപ്പുകളിലെ ധനാഭ്യർത്ഥനകളെ അഭിമാനപൂർവ്വമായി പിന്തുണക്കുകയാണ് സർ. കാരണം ഈ ബഡ്ജറ്റ് വളരെ വിശദമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അതിൽ കാണുന്നത് മാത്രമല്ല, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ കാണുന്നത് 5,07,00,000 കോടി രൂപയാണ് ഇന്ന് നമുക്ക് കടം. 5 ലക്ഷത്തി ചില്ലാനം കോടി കടമുള്ള ഒരു സംസ്ഥാനം. മാത്രമല്ല സർ, നമ്മുടെ വരുമാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 70% നമ്മൾ ചെലവഴിക്കുന്നത് നിർബന്ധിത ചെലവുകളായിട്ടാണ്. ആ നിർബന്ധിത ചെലവുകളിൽ 20% നമ്മൾ ചെലവഴിക്കുന്നത് പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ കഴിഞ്ഞ 5-8 വർഷത്തെ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. മാത്രമല്ല സർ, ഇത് ദേശീയ ശരാശരിയുടെ 12.45% അധികമാണ് ഇത്. മാത്രമല്ല 2023-24 CAG റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച്. അതിൽ പറയുന്നത് നമ്മൾ എടുക്കുന്ന കടത്തിൻ്റെ 5.18% മാത്രമാണ് മൂലധന ചെലവിനായി വിനിയോഗിക്കുന്നത്. നമ്മൾ എടുക്കുന്ന കടത്തിൻ്റെ 5.18% മാത്രം മൂലധന ചെലവിനായിട്ട് വിനിയോഗിക്കുക. ബാക്കി മുഴുവൻ നിത്യധന പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുകയാണ്. മാത്രമല്ല സർ, 2024-25 CAG റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കാരണം അന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇവിടെ നമുക്ക് അവതരിപ്പിക്കുന്ന റവന്യൂ വരുമാനം കൂടുതലായി കാണിക്കുന്നു, ചെലവുകൾ ഇഷ്ടം പോലെ ചെയ്യുന്നു. യഥാർത്ഥ ആക്ച്വൽസുമായി യാതൊരു ബന്ധമില്ലാത്ത ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഓരോ ബഡ്ജറ്റുകളും അവതരിപ്പിച്ചത് എന്നത് കണക്കുകൾ വളരെ വ്യക്തമായി തെളിയിക്കണം സർ. 2024-25 ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റിൻ എയ്ഡായിട്ട് 11,533 കോടി രൂപയാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ലഭ്യമാകുന്നത് 6,900 കോടി മാത്രം, അതിന് പകുതി പോലും ഇല്ല. മാത്രമല്ല സർ, അതേപോലെ തന്നെ റവന്യൂ വരുമാനം 1,100 കോടി രൂപയാണ്. ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓൺ ഇലക്ട്രിസിറ്റി പറഞ്ഞിരിക്കുന്ന 1,100 കോടി രൂപയുടെ വരുമാനം. പക്ഷേ ലഭിച്ചതാകെ 95 കോടി എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ടാക്സസ് ഓൺ വെഹിക്കിൾ വാഹന നികുതിയിൽ 6,704 കോടി രൂപയുടെ വരുമാനം കാണിച്ചിട്ട് ലഭിച്ചതാകെ 664 കോടി രൂപ. അതിൻ്റെ 90% മൈനസാണ് സർ. എല്ലാ കണക്കുകളും പരിശോധിക്കുമ്പോൾ യാഥാർത്ഥ്യവുമായി പുലബന്ധ പോലും ഇല്ലാത്ത ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സർ നമുക്ക് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ എന്താണ് എന്ന് കൃത്യമായി പറയുവാൻ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, കൃത്യമായി ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വൈറ്റ് പേപ്പർ തന്നെ ഇവിടെ അവതരിപ്പിക്കേണ്ടി വന്നത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നില്ല സർ. ഞാനിവിടെ ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ മുരളീധരൻ ബഹുമാനപ്പെട്ട അംഗം എന്നെ കുറച്ച് വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നതാണ്. വാസ്തവത്തിൽ 2020 സ്മൃതി ഇറാനി പാർലമെന്റിൽ അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം അതിൽ വളരെ കൃത്യമായി പറഞ്ഞു, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ആ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് യാഥാർത്ഥ്യമാക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു RSS ചിന്തകനായ ദീനദയാൽ ബാധ്യ എന്ന് പറയുന്ന RS ചിന്തകൻ എഴുതി കൊടുത്ത ഒരു കത്ത് വായിക്കുന്ന ലാഘവത്തോടു കൂടിയാണ്
2020 വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് എന്നതാണ് സർ യാഥാർത്ഥ്യം. അതിനെക്കുറിച്ചാണ് സർ ഈ പറയുന്നത്. മാത്രമല്ല സർ, NCERT ഞാൻ വഴങ്ങുന്നില്ല. എനിക്ക് ആകെ കുറച്ച് സമയമുള്ളൂ, ഞാൻ വഴങ്ങുന്നില്ല. ഇല്ല സർ, വളരെ കൃത്യമായി പറയുന്നു. NCERT-യുടെ ആ വിദ്യാഭ്യാസ നിയമത്തിൽ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം, കാരണം കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് അതുപോലെ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലുള്ള ഈ വിദ്യാഭ്യാസത്തെ 976 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് വന്നത്. ആ കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ സെൻട്രലൈസ് ചെയ്യാനുള്ള ബോധപൂർവമായ കാര്യങ്ങളാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ നയത്തിലുള്ളത്. ഏറ്റവും പ്രധാനമായി സർ നമുക്ക് പറയാൻ കഴിയുന്നത് സെൻട്രലൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക്. കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നത് ആരാ? RSSന്റെ ചിന്തകർ ഉണ്ടാക്കുന്ന ടെക്സ്റ്റ് ബുക്ക്. അത് അതേപടി പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്ന ഒരവസ്ഥാവിശേഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കുക എന്നതാണ് സർ. വാസ്തവത്തിൽ ഞാൻ പറയാൻ വിചാരിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മാറിപ്പോകേണ്ടി വന്നതിൽ എനിക്ക് തന്നെയാണ് നഷ്ടമെന്ന് എനിക്കറിയാം. വാസ്തവത്തിൽ നമുക്കറിയാം, ഇപ്പൊ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് എന്താ, പഠിപ്പിക്കുന്നത് എന്താണ് സർ? ഈ ഒരു കർണാടകത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ കർണാടകത്തിലെ ഒരു പാഠപുസ്തകത്തിൽ കുട്ടികൾ പഠിപ്പിക്കുന്നത് അന്തമാനിലെ ജയിലിൽ നിന്ന് ബുൾബുൾ പക്ഷിയുടെ ചിറകിലേറി സവർക്കർ എല്ലാ ആഴ്ചയിലും മാതൃരാജ്യത്തേക്ക് വരുമായിരുന്നു. പഠിപ്പിക്കാണ് സർ. കർണാടകത്തിലെ പാഠപുസ്തകത്തിൽ കോൺഗ്രസ് വന്നതിന് ശേഷം സർ 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിൽ പരിണാമവും പാരമ്പര്യവും എന്നൊരു പാഠപുസ്തകമുണ്ട്, ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ NCERT തീരുമാനിച്ചിരിക്കുന്നത് പരിണാമം പഠിപ്പിക്കേണ്ട, ഡാർവിന്റെ ശാസ്ത്ര സിദ്ധാന്തമായ പരിണാമം പഠിപ്പിക്കേണ്ട, പാരമ്പര്യം മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയാണ് സർ. ഇതാണ് സെൻട്രലൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക്. മാത്രമല്ല രേഖകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ കാണിച്ചു തരാം സർ. അത് മാത്രമല്ല, നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് അറിയാം, ഇവിടെ ചരിത്രത്തിൽ അപനിർമ്മിതി നടക്കുന്നു സർ. ജവഹർലാൽ നെഹ്റുവിനെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റുന്നു, അബുൽ കലാം ആസാദിനെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റുന്നു. ഗാന്ധി വധത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇപ്പോ പാഠഭാഗം വായിച്ചാൽ ആരാണ് നാഥുറാം ഗോഡ്സെ എന്ന് പോലും നമുക്ക് അറിയാത്തൊരവസ്ഥയിലേക്ക് ആ ടെക്സ്റ്റ് ബുക്കിനെ മാറ്റിമറിച്ചിരിക്കുകയാണ് സർ. മാത്രമല്ല സർ, ഹിസ്റ്ററിയെ, നമ്മുടെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന എത്ര കാര്യങ്ങളാണ് സർ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ചരിത്രം എന്താണ്? നമുക്കറിയാം, മുഗൾ ഭരണകാലത്തെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം ഔറംഗസീബിന്റെ കാലത്ത്. പക്ഷേ മുഴുവൻ മുഗൾ ഭരണകാലത്തെ അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ചരിത്രത്തിലെ അപനിർമ്മിതികൾ നടക്കുന്നു. മാത്രം വളരെ കൃത്യമായി നമുക്കറിയാം, ഈ പറയുന്ന നമുക്ക് വളരെ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ആദ്യമായി മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് എന്നത് ചരിത്രമാണ് സർ. മാത്രമല്ല നമുക്കറിയാം, ആദ്യമായി ഉപനിഷത്തുകൾ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ദാരാ ഷെഖോവിന്റെ കാലത്താണ്, ഷാജഹാന്റെ മകൻ ദാരോ ഷെഖോവിന്റെ കാലത്താണ്. ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ചരിത്രത്തിൽ പൂർണ്ണമായും അപനിർമ്മിതി നടത്തുന്ന ഒരു പാഠപുസ്തക നിർമ്മിതി നടത്തിയിട്ട് അത് അതേപടി കേരളത്തിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് നഷ്ടമാണെന്ന് എന്തു വെച്ചുകൊണ്ടാണ് ഇവിടെ അംഗം പറഞ്ഞത് എന്ന് എനിക്കറിയുന്നില്ല. എന്തൊക്കെയായാലും ഇവിടെ സർ, ചരിത്രം വേറെ, മിത്ത് വേറെ. ചരിത്രം എന്ന് പറഞ്ഞ് മിത്താണ് പഠിപ്പിക്കുന്നത്. ഈ മിത്തോക്രസി അല്ല വാസ്തവത്തിൽ വേണ്ടത്. ചരിത്രം വേറെയാണ്, മിത്ത് വേറെയാണ്. ചരിത്രത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ വളച്ചൊടിച്ച് മിത്താക്കി മാറ്റി ആ മിത്തിലൂടെ രാജ്യത്ത് മതേതരത്വ സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ, വിദ്വേഷം പരത്താൻ, പാഠപുസ്തക നിർമ്മിതി നടത്താൻ തീരുമാനിച്ച NCERT-യെ കുറിച്ച് എങ്ങനെ ഒരു അംഗത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സർ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ച കാര്യമാണ്, വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ പരിഷ്കാരങ്ങൾ നമുക്കുണ്ടാവണം. കാരണം ഇവിടെ ഈ അത്യാവശ്യമായി ഒരു 6ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയണം സർ. പലപ്പോഴും അത് അറിയുന്നില്ല. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴും അത് അറിയുന്നില്ല. പക്ഷേ കുട്ടി 10ാം ക്ലാസ്സിലെത്തുമ്പോൾ
കുട്ടിക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ വായിക്കാൻ അറിയില്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുക. എന്താ മാർഗം? പഠന വൈകല്യം എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. എന്നിട്ടോ ആ പഠന വൈകല്യം എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സ്ക്രൈബ് എഴുതിക്കുക കുട്ടികളെ കൊണ്ട്. ഈ കുട്ടി 10ാം ക്ലാസ് വരെ മാർജിനലൈസ് ചെയ്യപ്പെടുകയാണ്, പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് സർ ഈ ക്ലാസ് മുറിയിൽ. എന്നിട്ട് സ്ക്രൈബ് എഴുതിച്ച് 10ാം ക്ലാസ്സും പാസ്സാക്കി ഈ കുട്ടിയെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് എന്താണ് സർ ഈ കുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഇതിൽ കാലോചിതമായ ഒരു പരിഷ്കാരം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് സർ. ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും നമുക്കറിയുന്നത് അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ ക്രിയാശേഷിയില്ല, സ്കില്ലില്ല. ആ സ്കിൽ ആർജിക്കുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ പലപ്പോഴും പറയുന്ന മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ് എന്ന് പറഞ്ഞ് തള്ളപ്പെടുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അതിലൊക്കെ കാലോചിതമായ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതിനൊരു ഫിനിഷിംഗ് സ്കൂൾ ആരംഭിക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് സർ. അതുപോലെ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഞാൻ സമയക്കുറവുണ്ട്, അതിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. എന്തൊക്കെയായാലും ഒരു വലിയ പരിഷ്കരണത്തിന് തയ്യാറായ ഒരു ബഡ്ജറ്റാണിത്. ഒരു നയാ പൈസ പോലും പുതുതായി ടാക്സ് ഇനത്തിൽ അധികം ചുമത്താതെ ഇത്രയധികം വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ആക്ച്വലായിട്ടുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയെ, അതിനുവേണ്ടിയുള്ള ധനാഭ്യർത്ഥനകൾ നടത്തുന്ന ഓരോ വകുപ്പിനെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു സർ.